ഹായ് ഹലോ, ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു സംഭവം കാണിച്ചുകൊണ്ടാണ് കേട്ടോ. കണ്ടാ നമ്മുടെ സ്റ്റിച്ചിങ് റൂമിൽ മുകളിൽ ആ ഒരു വയറിൻ്റെ അവിടെ കിളി കൂട് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞു കിളിയാണ്. അപ്പോൾ ഒരുപാട് ദിവസത്തെ അതിൻ്റെ ഒരു എഫേർട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊരു 3/4 ഭാഗത്തോളം ആയിട്ടുണ്ട്. കണ്ടോ എത്ര ഭംഗിയായിട്ടാണ് അവർ കൂട് കൂട്ടിയേക്കെന്ന് നോക്കിയേ. ഞാൻ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവരിങ്ങനെ ഓരോ ചെറിയ ചെറിയ കമ്പുകളും അതുപോലെ തൂവലുകളൊക്കെ കൊണ്ടുവന്ന് ഇതിലിങ്ങനെ എടുത്ത് വെക്കും കേട്ടോ. അപ്പോൾ 2 കിളികളാണുള്ളത്. നല്ല രസമാണ് കേട്ടോ ഇവരിങ്ങനെ കൊണ്ടുവന്ന് അതിലിങ്ങനെ വെക്കുന്നത് കാണാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ചധികം തന്നെ സ്റ്റിച്ച് ചെയ്യാനുണ്ട് കേട്ടോ. ഇത് മോളുടെ ബർത്ത്ഡേ ഡ്രസ്സാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു റേറ്റ് കുറഞ്ഞിട്ട് എങ്ങനെയാണ് ക്ലോത്ത് മേടിക്കുന്നതെന്ന്. ഇതൊക്കെ റേറ്റ് കുറഞ്ഞിട്ട് ഞാൻ മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. എനിക്ക് ഓഫർ പ്രൈസിൽ കിട്ടിയിട്ടുള്ളതാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താണെന്നറിയില്ല, ഫുൾ വീഡിയോ കാണാഞ്ഞിട്ടാണോന്നറിയില്ല, കുറച്ച് കമൻറ്റ്സ് താഴെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് എവിടെ നിന്നാണ് വാങ്ങുന്നത്, ഓൺലൈനിൽ അവൈലബിൾ ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് കോൺടാക്ട് നമ്പർ തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഏത് ഷോപ്പിൽ പോയാലും, അതായത് റണ്ണിങ് മെറ്റീരിയൽസ് കിട്ടുന്ന ഏത് ഷോപ്പിൽ പോയാലും നമുക്ക് ഇത് ഒരു ഓഫർ അവൈലബിൾ ആണ്. കാരണം അവർ ഈ ബാക്കി വരുന്ന പീസൊക്കെ ഉണ്ടാവുമല്ലോ, അവർ വലിയ റോളായിട്ടല്ലേ ക്ലോത്ത് എടുക്കുന്നത്. അപ്പോൾ അതിൽ ബാക്കി വരുന്ന പീസൊക്കെ ചിലപ്പോൾ 2-3 മീറ്ററൊക്കെ ഉണ്ടാവും കേട്ടോ. അത് അവർ അങ്ങനെ തന്നെ മടക്കി ഒരു ബോക്സിൽ ഇങ്ങനെ ഇട്ട് വെക്കും. അത് നമുക്ക് ഓൺലൈനായിട്ടൊന്നും നമുക്ക് ഷോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റില്ല കേട്ടോ. നമ്മൾ ഷോപ്പിൽ തന്നെ പോയിട്ട് നേരിട്ട് പോയിട്ട് നോക്കിയെടുക്കേണ്ടതാണ്. അതവർ വേസ്റ്റ് പോലെ എന്നല്ല, നല്ല ക്ലോത്താണ്. പക്ഷേ ബാക്കി വരുന്ന ബാലൻസ് ആയിട്ടുള്ള പീസ് ഒരു ബോക്സിൽ ഇട്ട് വെക്കുന്നതാണ്. അപ്പോൾ അതിൽ തന്നെ നല്ല മെറ്റീരിയലൊക്കെ ഉണ്ടാവും കേട്ടോ. നല്ല മെറ്റീരിയൽ ബാക്കി വരുന്ന 1 മീറ്റർ 2 മീറ്ററൊക്കെ ജസ്റ്റ് ചെറിയൊരു പൈസക്ക് അവിടെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ കോണ്ടാക്ട് നമ്പർ തരുമോ എന്ന് ചോദിച്ചവരോട് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ റണ്ണിങ് മെറ്റീരിയൽ മേടിക്കുന്ന ഷോപ്പിൽ പോയിട്ട് ഇതൊന്ന് നോക്കുക, ചെക്ക് ചെയ്ത് നോക്കുക. എനിക്ക് തോന്നുന്നു എല്ലാ ഷോപ്പിലും ഈ ഒരു ഓഫർ അവൈലബിൾ ആണ്. കണ്ണൂരിൽ നിന്നാണ് ഈ മെറ്റീരിയൽസൊക്കെ മേടിച്ചിട്ടുള്ളതെന്ന്. അപ്പോൾ അതെവിടെയാണെന്ന് ചോദിച്ചിട്ടായിരുന്നു. കണ്ണൂർ കാൾടെക്സിൻ്റെ അടുത്ത് സൂര്യ ടെക്സ്റ്റൈൽസ് എന്നാണ് കേട്ടോ ഞാൻ ആ ഒരു പീസൊക്കെ മേടിച്ചിട്ടുള്ളത്. അതിൻ്റെ സൂര്യയുടെ മെയിൻ ഷോപ്പല്ല, അതിൻ്റെ ഇപ്പുറത്ത് ഓഫറിൽ ക്ലോത്തൊക്കെ കൊടുക്കുന്ന ഷോപ്പുണ്ട്. അവിടെ നിന്നാണ് ഈ ഒരു റണ്ണിങ് മെറ്റീരിയൽസൊക്കെ ഞാൻ ഓഫർ പ്രൈസുള്ള റണ്ണിങ് മെറ്റീരിയൽസൊക്കെ ഞാൻ മേടിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കണ്ണൂരുള്ളവരൊക്കെ ഒന്ന് പോയി നോക്കൂ. അപ്പോൾ ഈ ഒരു ക്ലോത്ത് സാറ്റിൻ ക്ലോത്ത് വരുന്നത് 2 മീറ്ററിന് ഞാൻ 50 രൂപക്ക് അങ്ങനെയാണ് മേടിച്ചത് കേട്ടോ. അല്ല, 2.5 മീറ്റർ ഉണ്ടായിരുന്നു. 2.5 മീറ്റർ 50 രൂപക്ക് അങ്ങനെയാണ് മേടിച്ചത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അതിൻ്റെ പ്രൈസ് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഫ്രണ്ടിൽ വെച്ചിട്ടുള്ള നെറ്റ് എത്ര 60 രൂപയോ അങ്ങനെ ആയിരുന്നു കേട്ടോ. ഒരു മീറ്റർ ഉണ്ടായിരുന്നു. അതിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് 100 സംതിങ് ഉണ്ട്. അപ്പോൾ ചെറിയ പൈസക്ക് ഇതുപോലെ ഞാൻ ആ ബോക്സിൽ നിന്ന് എടുത്തിട്ടുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മുൻവശം ബോഡി പാർട്ട് മൊത്തമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു. ബാക്കിൽ ചെറിയൊരു കെട്ട് കൊടുത്തിട്ടുണ്ട്. മോൾക്ക് സിബ് അറ്റാച്ച് ചെയ്യുന്നതിനേക്കാളും ഇതുപോലെ കെട്ടാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പാർട്ടിൽ ഇതുപോലെ നെക്കിൻ്റെ ഭാഗം ചെറുതായിട്ട് കാണുന്ന രീതിയിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ബർത്ത്ഡേ ഡ്രസ്സിൻ്റെ മോഡലൊക്കെ മോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടൈം തീരെ കിട്ടിയില്ല. ഞാൻ കഴിഞ്ഞ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു സ്കൂളിൽ നിന്നൊരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് ഒരേ ഡ്രസ്സ് തയ്ച്ചു കൊടുക്കാൻ. അപ്പോൾ അതിനിടയിൽ ഒരു ദിവസമാണ് എനിക്ക് ഒരു ദിവസം കിട്ടിയില്ല, പകുതി ദിവസമാണ് എനിക്ക് ഈ ഒരു ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പറ്റിയത്. അപ്പോൾ പിറ്റേന്നായിരുന്നു മോളുടെ ബർത്ത്ഡേ. അപ്പോൾ ആ ഒരു മോഡലൊന്നും തയ്ക്കാൻ പറ്റിയില്ല, ജസ്റ്റ് ഒന്ന് ഇതുപോലെ ചെയ്തെടുത്തു. അപ്പോൾ ഞാൻ നെറ്റ് വെച്ചിട്ട് നല്ല പഫ് സ്ലീവൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യം. പിന്നെ ഞാനോർത്തു നമുക്ക് ചൂട് സമയത്ത് ഭയങ്കര ഇറിറ്റേറ്റഡ് ആവും, അതുകൊണ്ട് ഞാനതങ്ങ് അഴിച്ചെടുത്തു. സ്ലീവ്ലെസ് ആയിട്ടാണ് പിന്നെ അത് സ്റ്റിച്ച് ചെയ്തെടുത്തത്. അതിനിടയിൽ നൂല് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, എന്തോ സൂചിക്ക് എന്തോ പറ്റിയിട്ട്. പിന്നെ അത് മാറ്റേണ്ട മടി കൊണ്ട് അങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്തു. പിന്നെ നമുക്ക് തന്നെ ആയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഈ ഒരു സാറ്റിൻ ക്ലോത്ത് ലാവൻഡർ കളറിൽ വരുമ്പോഴത്തേനും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയാണ്. ഞാൻ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നത് ഈ നെറ്റിൻ്റെ കളറില്ലേ, അതായത് എന്താണ് ഈ കളർ,
ഒരു മുന്തിരി കളർ, ആ കളറിൻ്റെ കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ളതായിരുന്നു ഞാൻ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നത്, അതായത് ഇതിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ട്. പിന്നെ ഞാൻ ഈ ഒരു ക്ലോത്ത്, ഈ ഒരു ലാവൻഡർ ഷെയ്ഡ് ഞാൻ ആ ഓഫർ പ്രൈസിലുള്ള ബോക്സിൽ കണ്ടപ്പോൾ ജസ്റ്റ് ഞാൻ എടുത്തതാണ്. അപ്പോൾ ഈ നെറ്റിൽ വെച്ച് നോക്കുമ്പോഴത്തേനും നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചില്ലേ കുറേ ഡ്രസ്സ് ഒന്നിച്ചുള്ളത്, അതായത് ഡ്രസ് കോഡ് കുട്ടികളുടെ. അപ്പോൾ ആ ഒരു ഡ്രസ്സിനുണ്ടായിരുന്ന കളറില്ലേ, ആ കളറിനെക്കാട്ടി കുറച്ചുകൂടി ഡാർക്കാണ് ഞാൻ ആദ്യം എടുത്തിട്ടുണ്ടായത്. അപ്പോൾ അത് തന്നെ പിറ്റേന്ന് മോള് ബർത്ത്ഡേക്ക് ഇടുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല. കഴിഞ്ഞ ദിവസവും അതേ കളർ ഇട്ടു, പിറ്റേന്ന് ബർത്ത്ഡേക്കും അതേ കളർ ഉണ്ടാകുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ ഒരു കളറ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഇട്ട് വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഇനി അനിയത്തിക്ക് ഒരു ടോപ്പ് തയ്ക്കാൻ. അവൾ കുറേ ആയിട്ടാണ് കൊണ്ടുവന്നിട്ട് ഒരു ചുരിദാർ സെറ്റ് കൊണ്ടുവന്നതാണ്. അപ്പോൾ അതിൻ്റെ പാൻറ്റ് പീസ് നല്ല ഭംഗിയുണ്ട്, ടോപ്പ് അടിച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, നീ പാൻറ്റ് വേറെ എടുത്തോ, ടോപ്പ് പീസും അതുപോലെ പാൻറ്റ് പീസും നമുക്ക് ടോപ്പ് തന്നെ തയ്ക്കാമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് അതുകൂടി സ്റ്റിച്ച് ചെയ്യണം. അവൾക്ക് എന്തോ പ്രോഗ്രാം ഉണ്ട്, അതിന് പോകുമ്പോൾ ഇടാനാണ്. അതുകൊണ്ട് പിറ്റേന്ന് തന്നെ കൊടുക്കേണ്ടതാണ്. അപ്പോൾ ബർത്ത്ഡേ ഡ്രസ്സും അവളുടെ ടോപ്പും നമുക്ക് ഒരു ദിവസം കൊണ്ട് തയ്ക്കണം. പിന്നെ കുറച്ച് ബ്ലൗസ് കൂടി അടിക്കാനുണ്ട്, അത് ഈ ഒരു ദിവസം ചെയ്തിട്ടില്ല. നമുക്ക് ടൈം പോലെ നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ക്ലോത്ത്. ഇത് പാൻറ്റ് പീസാണ്, നമ്മൾ സെറ്റ് മേടിക്കില്ല ചുരിദാർ സെറ്റ്, അതിൻ്റെ പാൻറ്റ് പീസാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ, വൈറ്റിൽ ഇങ്ങനെ ഓറഞ്ച് ഒരു ഡിസൈൻ വരുന്ന ഒരു ക്ലോത്ത് കേട്ടോ. നല്ല പ്യുവർ കോട്ടൺ, നല്ല സോഫ്റ്റ് കോട്ടൺ ആണ്. അപ്പം ഞാൻ ലൈനിങ് കട്ട് ചെയ്തു. ഈ ലൈനിങ് ഉണ്ടല്ലോ നല്ല ക്വാളിറ്റിയിലെ ലൈനിങ്, കുറച്ച് നല്ല കട്ടിയുള്ള, ഇങ്ങനെ അലക്കുമ്പോൾ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ചുരുങ്ങാത്ത ടൈപ്പ് ലൈനിങ് ഇല്ലേ, ആ ലൈനിങ് ആണ് കേട്ടോ. 40 രൂപയാണ് മീറ്ററിന്. ഓക്കെ, അപ്പം ഈ നമ്മൾ ചുരിദാറൊക്കെ തയ്ക്കുമ്പം സത്യത്തിൽ നല്ല ലൈനിങ് വാങ്ങുന്നതാണ് കേട്ടോ നല്ലത്. അല്ലെങ്കിൽ ഉള്ളത്തെ ലൈനിങ് ഇങ്ങനെ ചുരുങ്ങും, പുറത്തെ തുണി ഇങ്ങനെ അങ്ങനെ വേറെ നിൽക്കും. അപ്പോൾ ഭയങ്കര വൃത്തികേടാണ് കേട്ടോ. അത് 10 രൂപ കൂട്ടിയാലും നമുക്ക് നല്ല ലൈനിങ് മേടിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ലൈനിങ്ങിലാണ് ആദ്യം ഞാൻ അളവൊക്കെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കേട്ടോ. പിന്നെ നമ്മൾ ഇതുപോലെ മെയിൻ ക്ലോത്തിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഷാൾ ഇടാൻ വേണ്ടിയിട്ടാണ് ടോപ്പ്. അപ്പോൾ മുന്നിൽ ചെറുങ്ങനെ ഒരു കോട്ട് വരുന്ന രീതിയിൽ, ചെറിയൊരു ഓവർ കോട്ട് വരുന്ന രീതിയിൽ തയ്ക്കണേന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുറേ ആയിട്ടോ ഇങ്ങനത്തെ മോഡലൊക്കെ തയ്ച്ചിട്ട്. അപ്പം ഞാൻ ആദ്യം ഇതുപോലെ ഒരു ന്യൂസ് പേപ്പറിൽ അളവൊക്കെ എടുത്ത് കട്ട് ചെയ്ത് വെച്ചു. നമ്മൾ തുണിയിൽ വെട്ടിക്കഴിഞ്ഞ് കൊളായി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ന്യൂസ് പേപ്പറിൽ ആദ്യം ഞാനിങ്ങനെ അളവൊക്കെ എടുത്ത് കട്ട് ചെയ്തു. അതിന് ശേഷം മെയിൻ ക്ലോത്തിൽ വെച്ചിട്ട് കട്ട് ചെയ്യുകയാണ് കേട്ടോ. ഈ കോട്ടിന് പിന്നെ ലൈനിങ് ഒന്നും വെച്ചിട്ടില്ലേ, നമ്മൾ ഉള്ളിൽ സാധാ ടോപ്പ് അടിച്ചു, അതിന് പുറത്ത് മുന്നിൽ മാത്രം ഫ്രണ്ട് പീസിൽ മാത്രമാണ്, ഫ്രണ്ട് ഭാഗത്ത് മാത്രമാണ് നമ്മൾ ഈ ഒരു കോട്ട് വരുന്നത്, അതായത് ടോപ്പ് തന്നെ അറ്റാച്ച്ഡ് ആയിട്ട്. അതുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ, ലൈനിങ് ഒന്നും വെച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ടോപ്പിൻ്റെ എല്ലാം വെട്ടിക്കഴിഞ്ഞു, കൈയും ഒക്കെ വെട്ടി. പിന്നെ കോട്ടിൻ്റെ സൈഡ് ഭാഗത്ത് ഇങ്ങനെ ഫ്രിൽസ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനും തുണി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് ഞാൻ ആദ്യം തയ്ച്ചത് ഉണ്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫ്രണ്ട് പാർട്ട് വരുന്നത്. വീനെക്ക് വേണമെന്ന് പറഞ്ഞു കേട്ടോ അവൾ. അതുകൊണ്ട് വീനെക്കിൽ തയ്ച്ചു. അതിന് പുറത്തായിട്ട് ഇതുപോലെ ഒരു കോട്ടിൻ്റെ ഇതും കൂടി കൊടുത്തു. അപ്പോൾ ടോപ്പിൽ തന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള കോട്ടാണ്. അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര സിമ്പിളായിപ്പോയി. അതുകൊണ്ട് ഇങ്ങനെ ഫ്രിൽസ് കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. ഫ്രില്ലും കൂടി വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. കേട്ടോ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതേ സെയിം കളറായതുകൊണ്ട്, സെയിം ക്ലോത്ത് ആയതുകൊണ്ടാണ് കുറച്ചുകൂടി ഭംഗി കേട്ടോ. വേറെ കളറെങ്ങാനും എടുത്ത് വെച്ചതാണെങ്കിൽ ക്രിസ്മസ് പാപ്പനെ പോലെ ഉണ്ടാവും, വൃത്തികേടായിരിക്കും കേട്ടോ. ഇതേ മെറ്റീരിയൽ തന്നെ ഫ്രിൽസ് ചെയ്തുകൊണ്ട് നല്ല ഭംഗിയുണ്ട്. അപ്പം ഞാൻ നമ്മുടെ കുഞ്ഞു മെഷീനിൽ വെച്ചിട്ട്, ഫാഷൻ മേക്കറിൽ വെച്ചിട്ട് ഇങ്ങനെ സൈഡ് ഇങ്ങനെ ലോക്ക് ചെയ്ത് കൊടുത്തു. അതാകുമ്പം നമുക്ക് ഇങ്ങനെ മടക്കി തയ്ക്കേണ്ടതല്ലോ, അത് ഭയങ്കര പണിയല്ലേ മടക്കി തയ്ക്കാൻ. അതുകൊണ്ട് ഇതിങ്ങനെ സൈഡ് ഞാൻ ലോക്ക് ചെയ്ത് വിട്ടു. അപ്പോൾ ഫ്രിൽസ് വെക്കേണ്ട എല്ലാ ക്ലോത്തും ഇതുപോലെ ഇങ്ങനെ തയ്ച്ചു. ഇതിന് ഭയങ്കര സ്പീഡ് കുറവാണ് കേട്ടോ, മടി പിടിക്കും. ക്ഷമ നല്ലോണം വേണം അതിൽ തയ്ക്കാൻ.
അപ്പം ഞാനിത് ആ ഒരു ഫ്രിൽസ് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുത്തു കേട്ടോ. കണ്ടോ നല്ല ഭംഗിയില്ലേ. പിന്നെ കൈയും അറ്റാച്ച് ചെയ്ത് കൊടുത്തു. സൈഡ് കൂട്ടിയിട്ടില്ല. അപ്പോൾ സൈഡൊക്കെ കൂട്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയിട്ടാ. കണ്ടോ എങ്ങനെയുണ്ട്? നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നമുക്ക് ഷാളൊന്നും ഇടുന്നില്ല. ഷാൾ ഇട്ടില്ലെങ്കിലും ചിലവർക്ക് ഭയങ്കര ഒരു മുമ്പിലിങ്ങനെ ഷാള് ഇടാണ്ടിരിക്കുമ്പോൾ, അതായത് സിമ്പിളായിട്ട് ഇങ്ങനെ ഇടുമ്പം എന്തോ ഒരു ഇഷ്ടപ്പെടില്ല അതിട്ട് പുറത്തൊന്നും പോകാൻ. അപ്പോൾ ഇങ്ങനെ കോട്ട് വരുമ്പോൾ നമുക്ക് അധികം ബുദ്ധിമുട്ടില്ലാതെ ഇടാം. അപ്പോൾ ഞാൻ ആ കോട്ടിന് ഇങ്ങനെ സെൻറ്റർ ഭാഗത്ത് ഇങ്ങനെ ഒരു വള്ളി കൂടി അറ്റാച്ച് ചെയ്ത് കൊടുത്തു കേട്ടോ. കണ്ടോ നമുക്ക് ഇതുപോലെ ഇങ്ങനെ കെട്ടി വയ്ക്കാം. അപ്പം നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഫീഡിങ് കുർത്തിയായിട്ടൊക്കെ കൺവേർട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് ജസ്റ്റ് ആ സൈഡ് ഇങ്ങനെ 2 സിബ് അറ്റാച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫീഡിങ് കുർത്തിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പം ഞാനിതിൻ്റെ നൂലൊന്നും കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. കൈയുടെ ഭാഗത്തൊക്കെ ഇങ്ങനെ ഞാന്ന് കിടക്കുന്നുണ്ട്, അതൊക്കെ കട്ട് ചെയ്യണം. അപ്പം ഞാനിത് ജസ്റ്റ് ഒന്ന് എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിയിട്ട് ഇട്ട് നോക്കിയാണ്. സിസിയുടേതായതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് ഇട്ട് നോക്കാം. അപ്പോൾ അവൾക്ക് ഫോട്ടോ അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇട്ടത്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു വീഡിയോ കൂടി എടുക്കാമെന്ന്. അപ്പോൾ നല്ല സുഖമുണ്ട് കേട്ടോ ഇട്ടിട്ട്. നല്ല കോട്ടൺ ആയതുകൊണ്ട് ചൂടെടുക്കൊന്നുമില്ല, നല്ല കംഫർട്ടായിട്ടിരിക്കും. ബാക്ക് വശം ഇങ്ങനെയാണ് കേട്ടോ. ബാക്ക് വശം പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തു. പിന്നെ ഇത് സ്ലിറ്റഡ് കുർത്തിയാണ് കേട്ടോ. 2 വശം സ്ലിറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ? കമൻറ്റ് ചെയ്യണേ എന്തായാലും. പിന്നെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ അവൾക്ക് കൊടുക്കാനായിട്ട് ഞാൻ ഇതിലൂടെ മടക്കി വെച്ചു. അപ്പോൾ നമ്മൾ നേരത്തെ തയ്ച്ച ബർത്ത്ഡേ ഡ്രസ്സ് കാണണ്ടേ? കണ്ടോ ഇതാണ് ബർത്ത്ഡേ ഡ്രസ്സ്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാണ്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ കാണാം. ടാറ്റാ.